ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? കേരളം. 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം? കെനിയ. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത്? കടലുണ്ടി. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരിഞ്ഞ ലോക ക്രിക്കറ്റർ? വിരാട് കോഹ്ലി. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം: എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവച്ച തീയതി? 2023 ഡിസംബർ 11. പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2023 ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം നേടിയത്? കേരളം. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്? ഡൽഹി. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിൻ്റെ പ്രമേയം: റീസ്റ്റോറിംഗ് മൗണ്ടൻ ഇക്കോസിസ്റ്റംസ്. പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം ഡിസംബർ 12. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത്? തിരുവനന്തപുരം. 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. 17ാമത് ലോകസഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായത്? എൻ കെ പ്രേമചന്ദ്രന് ഇത് 3ാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത്.
US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ സ്വന്തം രാജ്യത്തെ ജനപ്രീതിയിൽ 1-ാം സ്ഥാനത്തെത്തിയ ലോക നേതാവ് നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമം കേരള പൊതുജനാരോഗ്യ നിയമം 2023. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമമാണ് പൊതുജനാരോഗ്യ നിയമം 2023. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയയ്ക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഭാഗമായ ദി ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി മാറിയത് ഫെഡറൽ ബാങ്ക്. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ ജമ്മു കാശ്മീർ. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ പ്രജാ ദർബാർ എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന. 2023 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം തിരുവനന്തപുരം. സർവേ നടത്തിയത് നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ. കൊൽക്കത്തയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു നഗരം. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിത ഇടുക്കി ജില്ലയിലെ ജിലുമോൾ. ഏതു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കാണ് BR അംബേദ്കർ പ്രജാഭവൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? തെലുങ്കാന. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. ലോക മണ്ണ് ദിനം ഡിസംബർ 5.